ഹലോ ഹായ്. അപ്പോൾ നമ്മളിന്ന് ഉമ്മയെ കാണിക്കാൻ വേണ്ടിയിട്ട് മെഡിക്കൽ കോളേജിൽ പോവുകയാണ്. അപ്പോൾ പോണ വഴിയുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ വ്ലോഗായിട്ട് എടുക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ പോയി ആലങ്കോട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴിച്ചിട്ട് വേണം പോകാൻ. അങ്ങനെ നമ്മൾ ഓൾഡ് സെൻറ്റർ ഹോട്ടലിൽ കയറിയിട്ടുണ്ട് ആലങ്കോടുള്ള. അങ്ങനെ നമ്മൾ അപ്പവും പിന്നെന്തോ പറഞ്ഞത് മട്ടൻ റോസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം. ഞാൻ മട്ടൻ കഴിക്കാറില്ല, പക്ഷേ ഇത് എന്തോ ഞാൻ കഴിച്ചു. അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ മെഡിക്കൽ കോളേജിൽ പോണ ദിവസം രാവിലെ നേരത്തെ ഇറങ്ങാറുണ്ട്. ഒരു 5-6 മണിയാകുമ്പോഴേ ഇറങ്ങാറ്. പിന്നെ 6 മണി കഴിഞ്ഞിട്ടാണ് ഇറങ്ങാറ്. അപ്പോൾ ഇറങ്ങിയതപ്പം കഴിച്ചിട്ട് പോകുന്ന വഴിക്ക് കണ്ട കാഴ്ചയാണ് ആലങ്കോട്. പുള്ളിക്കാരൻ റോഡിന് നടക്കുന്ന ആസ്വദിച്ച് ചായ കുടിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ നമ്മൾ കഴിച്ചിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും എന്തായാലും ഒരു 8 മണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തന്നെ താമസിച്ചാണ്. സാധാരണ ഇറങ്ങുന്ന പോലെ അല്ല ഇറങ്ങിയത്. സാധാരണ നമ്മൾ ഒരു 5:30 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങാറാണ് പതിവ്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ 7 മണി കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ട്രിവാൻഡ്രം എത്തിയിട്ടുണ്ട്. എല്ലാവരും സംസാരിച്ച് ട്രിവാൻഡ്രം എത്തി. അങ്ങനെ മെഡിക്കൽ കോളേജ് എത്തിയിട്ടുണ്ട്. ഞങ്ങളങ്ങനെ മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം എത്തിയിട്ടുണ്ട്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാം, എന്നിട്ട് ഒപ്പി പോവാം. അപ്പം മാസ്ക് മേടിച്ച് ഓടി വരുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ എൻ്റെ ഡാഡി വളരെയധികം സ്ട്രിക്റ്റ് ആയതുകൊണ്ട് മാസ്ക് മേടിച്ചോണ്ട് ഇടാനായിട്ട്. പാപ്പാക്ക് ഭയങ്കര പേടിയാണ് കൊറോണയും ബാക്കി അസുഖങ്ങളെയും കാര്യങ്ങളെല്ലാം. അതുകൊണ്ട് പാപ്പ ഇതിലൊക്കെ ഭയങ്കര സ്ട്രിക്റ്റാണ്. അതുകൊണ്ട് ആദ്യം ഇറങ്ങി ഉടനെ ഓടിപ്പോയി പാപ്പ ഇപ്പോൾ കണ്ടത് ഓടിപ്പോയി മാസ്ക് മേടിച്ചോണ്ട് തരുന്ന. എല്ലാവരും ചറപറ മാസ്ക് ഇട്ടോണ്ട് ഇനി ഇവിടെ നിൽക്കാവോളന്ന് പോണമായിരിക്കും. അപ്പോൾ നമ്മൾ മാസ്ക് ഇട്ടിട്ട് കാണാം. ഇവിടം വരെ വന്നിട്ട് നിൽക്കുവാണ്. ഇന്ന് ഡോക്ടറില്ല ഗൈസ്. ഷായും വാപ്പായും എല്ലാം വിളിച്ച് ചോദിച്ചത് തെറ്റാണ്. അതുകൊണ്ട് ഉമ്മയുടെ ഡോക്ടറിനില്ല. ഡോക്ടർ ഉള്ളത് ശനിയും വ്യാഴം. അതുകൊണ്ട് ഇനി നമ്മൾ ശനിയാഴ്ച വരണം. കുഴപ്പമില്ല, നമുക്കിന്ന് ലുലു മാളിൽ പോവാം. ഡോക്ടറിനെ കാണാത്തതിൻ്റെ സന്തോഷത്തിൽ വാപ്പായും ഉമ്മയും ബാത്റൂമിൽ പോയി കരഞ്ഞു തീർക്കുക. അങ്ങനെ നമ്മൾ നിൽക്കുന്നത് നോക്കേ കണ്ട. ആശുപത്രി വികസന സമിതി HDS എന്ന് പറഞ്ഞ എന്തുവാ സ്റ്റോർ? HDS സ്റ്റോറിന്റെ ഫുൾ ഫോം എന്തുവാ? ഹ്യൂമൻ ഡംപിങ് സ്റ്റോർ. ഹ്യൂമൻ ഡംപിങ് സിസ്റ്റം. എല്ലാ പ്ലാനുകളും ആയി. 5G അല്ല 3G ആയി. കാറ് വലിയ പാർക്ക് ചെയ്തിട്ട് കഷ്ടപ്പെട്ട് ഈ കുന്നും മലയും കേറി നോക്കേ വഴിയുണ്ടോ? ഇങ്ങനത്തെ വഴിയാ. ഈ വഴി നടന്ന് എനിക്ക് വയ്യ. അത് കഴിഞ്ഞ് അവിടുന്ന് ഓട്ടോ കയറി അടുത്ത ബിൽഡിങ്ങിൽ പോയി, അവിടുന്ന് ഓട്ടോ കയറി തിരിച്ചു വന്ന് ഒരു വഴിയായി. ഇനി എന്തായാലും നമുക്ക് ആപ്പായ പോയി പിക്ക് ചെയ്യാം. എങ്ങോട്ടാ പോകുന്നേ? ആശുപത്രി വഴി ലുലു മോളിലോട്ട്. പോകുന്നേ ആശുപത്രി വഴി ലുലു മോളിലേക്ക്. അപ്പൊ നമ്മൾ ആശുപത്രി കണ്ടു. വൽക്കിസ്മാക്ക് മറ്റേ ഷുഗർ നോക്കുന്ന സ്ട്രിപ്പ് മേടിക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുക. അപ്പൊ ഇപ്പൊ വരും. നമ്മളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുക. ആ സമയം കൊണ്ട് ഇവിടെ ഫുഡ് അടി തുടങ്ങി. എന്താ കഴിക്കുന്ന? ഒരു വാക്ക് വേണോന്നൊരു വാക്ക്, എന്നാലും ഒരു വാക്ക് വേണ്ട. എനിക്കിഷ്ടില്ല. ഉമ്മ ബോയ് കട്ടൊക്കെ ചെയ്ത് സുന്ദരി. ഇയാള് കീമോ ചെയ്യുന്ന ടൈമില് മുടിയൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞു തുടങ്ങി. അപ്പോഴത്തേക്ക് ഒരു മൂസിന അമ്മക്ക് ഇങ്ങനെ ഫുള്ള് ട്രിമ്മർ വെച്ച് മുടി ഫുള്ള് എടുത്തു കൊടുത്ത്. അന്നേരം ഒരു പാട്ട് അൺസ്റ്റോപ്പബിൾ. ബാക്കി പാടുമ്മാ. ഇപ്പൊ വേറെ പാട്ടാ. സിംഗപ്പെണ്ണേ
പിന്നെ പാടുമാ കടൽ ബാക്കി പാടിച്ചാ. ഇതിന്റെ ഡോക്ടർ ഉണ്ടോ ചോദിച്ചിട്ട് നമുക്ക് അവിടെ കാണിക്കാം, അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റിൽ കാണാൻ സാധ്യതയില്ല. ഇനി പെട്രോൾ അടിച്ചിട്ട് നേരെ ലുലു മാളിലേക്ക്. ലുലു മാളിൽ പോവാ. എവിടെ പോവാ? ഇതെല്ലാം നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ആരാ ചോദിക്കുന്ന കമന്റ് വന്നിട്ട് ആപ്പാക്ക് വീഡിയോ വരെ ഇടും. ഞാൻ ഇഷ്ടംപോലെ പഠിച്ചായിരുന്നു. അത് കഴിഞ്ഞ് ചെല്ലുന്നത് ഒരു ആറ്റിന്റെ കരയില് ഉരുളൻ കല്ലുകളില്ലേ, അതുകൊണ്ട് നിറഞ്ഞ പെബിൾസ്. കാരണം അവിടുന്ന് 5 കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മുടെ മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രത്ത് നിന്ന് അടുത്തുനിന്ന് 5 കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ ലുലു ഹൈപ്പർ മാർക്കറ്റ്, നമ്മുടെ ലുലു മോൾ. നമസ്കാരം. അമ്മ ഇങ്ങനെ പേടിക്കാതോ? ഇവിടെ അറ്റത്തായോണ്ട് നമുക്ക് അറിയുകയും ചെയ്യും. ചായക്ക് വണ്ടി എവിടെ ഇടുന്നേന്ന് മറന്നു എന്നുള്ള പേടി. എവിടെ A7 എന്തോ കേട്ടില്ല. അപ്പൊ വീഡിയോ ഇറങ്ങി ഓടും. വീഡിയോ എടുക്കുന്നതൊന്നും ഇഷ്ടമല്ല. ഓക്കെ ഗൈസ്, നമ്മള് കാറ് പാർക്ക് ചെയ്ത് നമുക്ക് അകത്തോട്ട് കയറാം. പാപ്പാക്ക് കേറാൻ പേടിയോ? ചാടി കേറുന്നു. ഫോട്ടോ എടുത്തോ? ഞാൻ എടുത്തുതരാം. അങ്ങനെ ഓരോ സ്പോട്ടും കാണുമ്പോൾ വാപ്പ പറയുമ്പോൾ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുക, ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ വാപ്പാടെയും മാടേയും ഫോട്ടോ എടുത്ത്. അത് കഴിഞ്ഞ് വാപ്പ പറയാം ഞാൻ എടുത്തുതരാം എനിക്ക് ഷായിക്കും. അങ്ങനെ വാപ്പ എടുത്തുതരാമെന്ന് പറഞ്ഞ് ഒരിടത്തുനിന്ന് ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഉമ്മടുത്ത് കൊടുത്തു. അപ്പോൾ ഉമ്മ ഫോട്ടോ എടുക്കാൻ നേരത്ത് വാപ്പ പറയാം ഇങ്ങോട്ട് താ, നിനക്കറിയത്തില്ല ഞാൻ എടുക്കാം. അങ്ങനെ വാപ്പ എന്ന് കറക്റ്റായിട്ട് എടുത്തു തന്നിട്ടുണ്ട്. നമ്മുടെ ഡാഡി നല്ല കറക്റ്റ് സ്പോട്ടൊക്കെ പറഞ്ഞ് നല്ലപോലെ ഫോക്കസ് ചെയ്ത് നല്ലപോലെ എടുത്തു തന്നിട്ടുണ്ട്. വാപ്പായും മരുമോനും കൂടെ ഇങ്ങനെ അങ്ങ് പോവുകയാണ് സംസാരിച്ച്. ഓ, നമ്മളെക്കാളും അടിപൊളിയായിട്ട് വാപ്പ ഫോട്ടോ എടുത്തല്ലേ? ഞാൻ എടുക്കാം. അങ്ങനെ ഞങ്ങളെല്ലായിടവും കറങ്ങി ഏകദേശം കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു മസാജിങ് മെഷീൻ ഞങ്ങൾ കണ്ടു. അതെന്ന് പറഞ്ഞാൽ ഫുൾ ബോഡി ചെയ്യാം, ഹാഫ് ബോഡി ചെയ്യാം, ലെഗ് മാത്രം ചെയ്യാം, ഷോൾഡർ മാത്രം ചെയ്യാം. അങ്ങനെ ചെയ്യുന്നൊരു മസാജിങ് മെഷീനായിരുന്നു, റോബോട്ടിക് മസാജിങ് മെഷീൻ. അപ്പോൾ അത് കണ്ടപ്പോൾ വാപ്പാക്കൊരാഗ്രഹം ഞാനൊന്ന് ചെയ്ത് നോക്കട്ടെ എന്ന്. അങ്ങനെ ഞങ്ങളും പറഞ്ഞാൽ ചെയ്യാൻ പറഞ്ഞു.
അങ്ങനെ വാപ്പ അതിനെക്കുറിച്ച് ചോദിക്കുകയാണ്. അപ്പം അത് 10 മിനിറ്റിന് 150 റുപ്പീസാണ് പറയുന്നത്. എന്തായാലും വാപ്പ പറഞ്ഞത് ചെയ്ത് നോക്കാമെന്ന്. അങ്ങനെ വാപ്പ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. വാപ്പാക്ക് ഇത് എക്സസൈസ് ആയിരുന്നു. അപ്പം എത്രയെന്ന് ചോദിച്ചിട്ട് അത് ചോദിക്കാൻ വേണ്ടി പോവുക. ഫുൾ ബോഡി മസാജ്. ജിപേ നല്ല റിലാക്സേഷനാണ്. റിലാക്സേഷൻ ബോഡി അപ്പൊ ചുരിദാറിന് മേടിച്ചാലാ? ഭയങ്കര റിലാക്സേഷനിലിരിക്കുക. ചിരിച്ചിരിച്ച് എനിക്ക് വയറുവേദന എടുക്കുന്നു. അപ്പൊ അങ്ങ് ഇഷ്ടപ്പെട്ടത് മേടിക്കാം. ഒരെണ്ണം വീട്ടിലത്തേക്ക് ഒരെണ്ണം മേടിക്കട്ടെ. അല്ലെങ്കിൽ കാറി വെച്ചോണ്ട സ്ഥലമില്ല. വേറൊരു ദിവസം വരാം. ഓക്കെ ഗൈസ്, മസാജിങ് കഴിഞ്ഞ് വാപ്പ എണീക്കാന്ന്. അവിടെ മുഖത്തിൻ്റെ എക്സ്പ്രഷൻ കണ്ട. മസാജിങ് കഴിഞ്ഞ് വാപ്പ എണീറ്റ് വരിക. പെട്ടെന്ന് എണീക്കരുത്, പയ്യെ എണീക്കാണ്. മസാജിങ് ആദ്യം വേദന കണക്ക് തോന്നെങ്കിലും പിന്നെ നല്ലപോലെ അപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യുക. പാപ്പ ഇരുന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ഷാദായിട്ട് ചിരിക്കുന്നു. എടുക്കും. ഒന്നുകൂടെ പറ.
മുള്ളൻചക്ക അമ്മക്ക് ആവശ്യമുള്ള സാധനം. അങ്ങനെ അവർ 3 പേരും എല്ലാം നോക്കിക്കൊണ്ട് ഒരിടത്ത് നിൽക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് വേണ്ടത് ഞാനും വേറെ പോയി നോക്കി. മൈ ഫേവറേറ്റ് അവക്കാഡോ. എനിക്ക് അവക്കാഡോ ഭയങ്കര ഇഷ്ടമാണ്. അവക്കാഡോയിൽ തന്നെ പല വെറൈറ്റീസ് ഉണ്ട്. അതിൽ ഞാൻ ഇപ്പോൾ കാണിച്ചാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതും കുഴപ്പമില്ല, ഇഷ്ടമാണ്. പിന്നെ ചോളം, ഇത് എൻ്റെ ഫേവറേറ്റാണ്. അവർ 3 പേരും അവിടെ പർച്ചേസ് ചെയ്യും. ഒരു വണ്ടിയൊക്കെ എടുത്തോ? എല്ലാരും പല വഴിക്ക് പോവുകയാണ് ഗീസ്. മുട്ടപ്പഴമൊക്കെ പണ്ട് ഞാൻ തറസിൽ പോയിട്ട് ഇതൊക്കെ എടുത്തോണ്ട് വരുന്ന ഓർമ്മയുണ്ടമ്മ? അത് തന്നെ അമ്മ, ആത്തിക്കയാ ഇത്. മുട്ടപ്പഴം ഇതാണ്ട് കൊച്ചു ക്യാബേജ്, ബേബി ക്യാബേജാ, ബ്രൂസ്ലി സ്പ്രൗട്ട്സ്. ഇത് ബേബി കോൺ. അത് ചൂലാമ്മ. ഞാൻ കോളേജിൽ നിന്ന് ടൂറ് മഹാരാഷ്ട്ര പൂനെയിൽ പോയിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ സ്ട്രോബെറി കൃഷി ഉണ്ടായിരുന്നു. അവിടെ വലിയ സ്ട്രോബെറിയാണ്, ഭയങ്കര റേറ്റ് കുറവാണ്, ഇവിടുത്തെ പോലെയല്ല, ഭയങ്കര ടേസ്റ്റാണ്. അതിൻ്റെ സെക്കൻഡ് ക്വാളിറ്റി സ്ട്രോബെറി ഇവിടെ ഇരിപ്പുണ്ട്, നല്ല റേറ്റും ഉണ്ട്. നമ്മളങ്ങനെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് സെക്ഷൻ കഴിഞ്ഞിട്ട് നേരെ വന്നത് കേക്കും സ്വീറ്റ്സും ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയുള്ളൊരു സെക്ഷനിലോട്ടാണ്. അവിടെ ഹണി കേക്ക്, ഡ്രീം കേക്ക്, അങ്ങനെ എല്ലാ സംഭവവും ഉണ്ട്. ഡോനട്ട് ഇല്ലാത്തതായിട്ടൊന്നുമില്ല. അടയിരിക്കുന്ന കോഴികൾ സ്വീറ്റ് ലവേഴ്സിനെ പറ്റിയ കോർണറാണ്. ഞങ്ങളങ്ങനെ ഗ്രിൽഡ് ചിക്കൻ കുനാഫ റോൾ ഒരെണ്ണം ട്രൈ ചെയ്തതിന് തുറന്നത്. അങ്ങനെ ഞങ്ങൾ ചിലതിൽ നിന്നൊക്കെ ഓരോന്ന് പാഴ്സൽ മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഒരെണ്ണം മേടിച്ച് കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് വിചാരിച്ചിട്ട് നമുക്ക് അടുത്തത് മേടിക്കാമെന്ന് പറഞ്ഞു. അത് നല്ലൊരു ഐഡിയ.
അവരുടെ കഴിച്ചൊക്കെ കൊള്ളാമെങ്കിൽ. ഞങ്ങൾ ചീസ് പ്ലേറ്റ് മേടിച്ചു, പിന്നെ കുനാഫ ചിക്കൻ റോൾ മേടിച്ചു. ചിക്കൻ ടിക്ക റോള് അത് വേണോ? എന്താന്ന് വെച്ചാൽ വേണോ? ഒരെണ്ണം മതി, എല്ലാം കൂടെ നമ്മൾ കഴിക്കത്തില്ല. അതിലൂടെ ഒരു ചിക്കൻ റോൾ. ചിക്കൻ അല്ല, ചിക്കൻ ടിക്ക റോൾ. ഒരു ചിക്കൻ ടിക്ക റോൾ. അല്ല, ചിക്കൻ ക്രോയിസെന്റ് അല്ലല്ലോ, ബീഫ് അല്ലേ? ഒരു ബീഫ് ക്രോയിസെന്റും ഒരു ചിക്കൻ ടിക്ക റോളും. കഴിച്ച് മരിക്കും. ഇത് ഞങ്ങളുടെ ഡേ, ഫുഡ് ഡേ മെഡിക്കൽ കോളേജ് ഡേ. അത് ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് ഡേ വ്ളോഗ് ആക്കാം. ഓക്കെ, നല്ല അടിപൊളി കുനാഫ സംഭവങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ബക്ലവ, പിസ്താഷ്യോ ഫ്ലവർ, അങ്ങനെ അഷ്ബിഷു ബൂഷു എന്നൊക്കെ പറഞ്ഞ എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതെന്താ അഷ്ബിഷു? അഷ്ബൂയു ബൂയി എന്താ ഒന്നുകൂടെ പറഞ്ഞേ? കിളിക്കൂടിനകത്ത് കിളി അപ്പിട്ട് നമ്മുടെ ലണ്ടനിലും ഒക്കെ കാണുന്ന ബ്രെഡ്. ഇത് നമ്മൾ മറ്റേ തടി മുറിക്കുന്ന മെഷീൻ ഇട്ടോളം മുറിക്കണം. അത്ര കട്ടിയാണ്. ഞങ്ങളൊരു സംഭവം എടുത്ത് നോക്കിയായിരുന്നു, ഭയങ്കര കട്ടിയാട്ടോ. ഇത് മേടിച്ചിട്ട് പൽക്കിസ് മരുന്ന് ചവച്ച് അപ്പൊ അതിനെ ആസ്വദിക്കട്ടും. ബാ, കരുനാഗപ്പള്ളി ഹൽവ. ഷായുടെ കരുനാഗപ്പള്ളി, ജന്മസ്ഥലമായ കരുനാഗപ്പള്ളിയിലെ ഹൽവ. എന്താ കരുനാഗപ്പള്ളി ഹൽവ? നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കരുനാഗപ്പള്ളിയിൽ വെളുത്തമണലിലുള്ള ഒരു ചേട്ടൻ്റെ കമ്പനിയാണ്. നൈസ് ഹൽവ ഇക്ക. എൻ്റെ കരുനാഗപ്പള്ളി മാംഗോ ഹൽവ. പക്ഷെ അത് എക്സൈറ്റ്മെൻറ്റോടെ പറയാൻ പോകുമ്പോൾ അടുത്ത്. സ്ട്രോബെറി എടുത്തായിരുന്നോ? ചിക്കൻ നഗറ്റ്സ്, ക്രിസ്പി ചിക്കൻ ഫ്രൈസ്, ചിക്കൻ പോപ്കോൺ, ചീസ് ബോൾ ചിക്കൻ, ചിക്കൻ ഡോണറ്റ്സ്, ചില്ലി ചിക്കൻ സമോസ, ചിക്കൻ കട്ട്ലറ്റ്. ഞങ്ങൾ അന്ന് മേടിച്ച സമയം, ഞങ്ങൾ പണ്ട് എറണാകുളത്ത് നിന്ന ടൈമിൽ മേടിച്ച്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് മേടിക്കാൻ പറ്റും, ഓരോന്നോരോന്ന് മേടിക്കാൻ പറ്റും. ഇതൊരു സൈഡ് ഡിഷായിട്ട് മേടിച്ചാൽ മതി. നല്ല ടേസ്റ്റ്, എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ. കടല വേണോ? അത് വേണ്ട, ഇതിട്ടാ മതി. മതി. സലാഡ് ഉണ്ട്. പാസ്ത വേണം. മറ്റേ ലീഫ് പാസ്ത എടുത്ത് ഞാൻ കുറച്ചുകൂടെ പാത്രം പറഞ്ഞിരിക്കും. അര കിലോ ഉള്ളു. കഴിക്കാനായിട്ട് ഇതൊക്കെ മേടിച്ചു. പ്ലീസ് ബീഫ് ഫ്രൈയോ? അപ്പോൾ നമ്മുടെ ഫേവറേറ്റ് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്.
My favorite spot is this. അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞ് ബില്ലിംഗ് സെക്ഷനിൽ നിൽക്കുകയാണ് ബില്ലടിക്കാൻ. നല്ല വിശപ്പുണ്ട്. ബില്ലടിച്ചിട്ട് വേണം വേഗം ഫുഡ് കോർട്ടിൽ പോയി ഫുഡ് അടിക്കാൻ. അങ്ങനെ ബില്ലടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാനൊരു സംഭവം കണ്ടത്. എനിക്ക് എവിടെ പോയാലും ഈ സംഭവം മസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. അതും എടുത്തിട്ടുണ്ട്. ട്രെയിൻ പോണു ഗൈസ്. ട്രെയിൻ നടന്ന് അങ്ങെത്തി. നമ്മൾ ഫുഡ് കോർട്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ സ്പേസ് കിട്ടി ഗൈസ്. അതിനു മുമ്പ് ഇരിപ്പ് ഉറപ്പിച്ച്. അപ്പൊ എങ്ങനെ ഫുഡ് അടി തുടങ്ങിയാലോ? എവിടെ പോയാലും ഏത് കടയിൽ കയറിയാലും ആകെ ഈ സാധനം തിന്നുന്നൊരു മന്തി. ലുലുമാളി ഫുഡ് കോർട്ട് വന്നിരുന്നു ഇന്റർവ്യൂ കഴിക്കുന്നു. പൊന്നോ അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തുടങ്ങി. നല്ല വിശപ്പുണ്ടായിരുന്നു. ആ രാവിലെ ഞങ്ങൾ കഴിച്ചതാ. പിന്നെ ഇപ്പം സമയം എന്തായാലും 1 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഉള്ളതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ആറി തണുത്തിരിക്കുമായിരുന്നു. അതുപോലെ തന്നെ ബീഫ് ക്രോയിസൻ്റ് ചളിച്ച് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അതുപോലെ എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വിശപ്പിൻ്റെ മുമ്പിൽ ഈ തണുത്തിരിക്കുന്നതൊന്നും അല്ല. അതുകൊണ്ട് ഞങ്ങൾ കഴിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ബീഫ് റോസ്റ്റൊക്കെ കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം നല്ലതായിരുന്നു. ബാക്കിയൊക്കെ നല്ല തണുത്ത് ആറിയിരിക്കുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നോക്കിയപ്പോൾ മോളിൽ കൂടെ ഒരു പെങ്കൊച്ച് പറന്ന് പോകണുണ്ടായിരുന്നു. അങ്ങനെ ചുറ്റിലുള്ള ഓരോ കാര്യങ്ങളും കണ്ട് ആസ്വദിച്ച് ഫുഡും ഞങ്ങൾ വയറ് നിറച്ച് കഴിച്ചു. കഴിച്ച് വയറ് നിറഞ്ഞ് എനിക്ക് ഡിമ്മായി. ഇനി ബാക്കി സാധനമൊക്കെ വീട്ടിൽ പോയി കഴിക്കാം. ലാലി ലാലി ലേ ലാലി ലാലി ലേലോ ലാലി ലാലി പാടട്ട് കഴിച്ചോ കടവയറ് ചാടിയ. അപ്പോൾ ഗൈസ് ഞങ്ങൾ ലുലുമാൾ മൊത്തത്തിലൊന്ന് കറങ്ങി കണ്ടു കുഴഞ്ഞു ഗൈസ്. ഫുഡ് കൂടെ കഴിച്ചപ്പോൾ സമാധാനമായി, സംതൃപ്തിയായി. അപ്പോൾ ഞങ്ങൾ തിരിച്ച് കൊല്ലത്തേക്ക് പോവുകയാണ്. മാളും അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഫുഡ് കോർട്ടിൽ നിന്നും ലുലുവിൽ നിന്നും ബൈ പറഞ്ഞ് പോവാണ്. ടാറ്റാ. ഷായ്ക്ക് ട്രോളി കാണുമ്പോഴത്തേക്ക് കുന്തലിച്ചിരി കൂടുതലല്ലേ ഷാ? അങ്ങനെ ഞങ്ങൾ ലുലുവിനോട് ടാറ്റ ബൈ ബൈ സി യു എന്ന് പറഞ്ഞ് കാറിൽ കയറി തിരിച്ച് യാത്രയായി ഗൈസ്. കരിക്കും വെള്ളം വേണമെന്ന്. കരിക്കും വെള്ളം അമ്മ ക്ഷീണിച്ച് നടന്നെല്ലാം കഴിയപ്പില്ലേ മാ? ഞാനും ക്ഷീണിച്ച്. ഇനി വീട്ടിൽ പോയൊരു സുഖം ഉറക്കം. വീട്ടിൽ പോയി ഉറങ്ങാമെന്നും പറഞ്ഞിരുന്ന ആൾക്കാർ 3 ഫ്ലാറ്റായിട്ട് കിടക്കുന്നു. എങ്ങനെയെങ്കിലും ഇതിനെ 3 വീട്ടിലെത്തിക്കട്ടെ. ടാറ്റാ. ഞാൻ ഉറങ്ങത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പോലും അറിയാതെ ഞാൻ ഉറങ്ങി. എന്നിട്ട് വാപ്പായ ഉറങ്ങത്തില്ല എന്ന് പറഞ്ഞിട്ട് വാപ്പായ നല്ലപോലെ ഉറങ്ങി. അങ്ങനെ നമ്മൾ വീടെത്തിയിരിക്കുന്നു ഗൈസ്. വീടെത്തിയണീര്
ഉറങ്ങരുതെന്ന് പറഞ്ഞിട്ട് വാപ്പ ഇരുന്നങ്ങ് ഉറങ്ങി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സൈനിങ് ഓഫ് സബീല ലിഫ്.